സൈഫുന്നീസ അലിയാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുന്നീസ, വെരി ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ 4.5 വർഷമായി ഈ ഇരകൾ അനുഭവിച്ച മാനസിക പീഡനം എങ്ങനെയാണ് സൈഫുന്നീസ കാണുക? കാരണം തങ്ങൾ ആർക്കെതിരെയാണോ മൊഴി കൊടുത്തിരിക്കുന്നത് അവരെ ഈ സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു എന്ന് മാത്രവുമല്ല, അവരുമായി സർക്കാരിലെ ഒരുപക്ഷെ റിപ്പോർട്ട് തന്നെ കണ്ടിട്ടുള്ള ആളുകൾ വേദി പങ്കിടുന്നതും അവരുമായി സൗഹൃദം പുലർത്തുന്നതുമെല്ലാം ഇരകൾ കാണുമ്പോൾ ഇരകൾ മാനസികമായി തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? അവരുടെ ആത്മവീര്യം കുറയില്ലേ? മാത്രവുമല്ല, ഇപ്പോഴും ഈ റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക ചൂഷണമല്ലാതെയുള്ള മറ്റ് തൊഴിലവകാശ ലംഘനങ്ങളും സ്ത്രീകൾ തുടരുകയാണ്. അതിനെതിരെ ഒരു തരത്തിലുള്ള നിലപാടും ഈ താരസംഘടന എടുത്തിട്ടുമില്ല. ആ അസൗകര്യങ്ങൾ എന്തൊക്കെയായിരിക്കും സൈഫുന്നീസ? അരുൺകുമാർ, ഈ 5 വർഷത്തിനിടയിൽ നടന്നതോ അല്ലെങ്കിൽ 5 വർഷത്തിന് മുൻപേ നടന്നതോ അല്ല. ഈ കമ്മിറ്റിയിൽ അംഗമായ ശാരദ തന്നെ പറയുന്നത് അവർ സജീവമായിരുന്ന കാലത്ത് പോലും സിനിമയിൽ ഇത്തരം ചൂഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസക്തമാകാനുള്ള കാരണവും. കാരണം ഇതിനൊരു മാറ്റം വരണം. ഇപ്പോൾ കാലം ഇത്രത്തോളം മാറിയിരിക്കുന്നു, ആളുകൾ മാറിയിരിക്കുന്നു, ചിന്താഗതി മാറിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും സിനിമാ വ്യവസായം അന്ന് തുടങ്ങിയിരുന്ന ഏത് തെറ്റായ രീതിയിലൂടെയാണോ പോകുന്നത് ഇപ്പോഴും അത് തന്നെ പോകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. അത് തന്നെയാണ് WCC അംഗങ്ങൾ പോലും ചോദിക്കുന്നതും, ഇതിലൊരു മാറ്റം വരണം എന്നുള്ളത്. കാരണം സർക്കാരിന്റെ മുന്നിൽ ഇത്തരം വലിയൊരു വിഷയം മുന്നോട്ട് വെച്ച് അതിനുശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് ഇത്ര വർഷമായിട്ടും ആ റിപ്പോർട്ടിന്മേൽ ഒരു വിധത്തിലുള്ള നടപടിയും എടുത്തില്ല. ലൈംഗിക ചൂഷണവും അതല്ലെങ്കിൽ ഈ പോക്സോ നിയമപ്രകാരം എടുക്കേണ്ട കേസുകളും എല്ലാം തന്നെ ഒരു പക്ഷത്ത് നിൽക്കുന്നു. അതിനൊപ്പം തന്നെയാണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരു പക്ഷത്ത് നിൽക്കുന്നത്. നമുക്ക് നിസ്സാരമെന്നോണം പ്രേക്ഷകർ കാണുമ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ടാകും, നിങ്ങൾ അന്ന് പറയാത്തത് എന്താ, നേരത്തെ പറയാമായിരുന്നില്ലേ എന്നുള്ളത്. പറയേണ്ടത് കൃത്യസമയത്ത് പറഞ്ഞു പോയാൽ ഇവർക്ക് സിനിമയിൽ അവസരം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പലർക്കും ഇത് ഉപജീവന മാർഗമാണ്. പ്രധാനപ്പെട്ട നടിയോ പ്രധാനപ്പെട്ട നടനോ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അതല്ലെങ്കിൽ ചെറിയ വേഷങ്ങളിൽ വന്നു പോകുന്നവരുണ്ട്. അവർക്കെല്ലാം സിനിമയുടെ ഓഡീഷൻ തുടങ്ങുന്നത് മുതൽ തുടങ്ങുന്ന നീതി നിഷേധങ്ങളാണ് നടക്കുന്നത്. ഒരു ഓഡീഷന്റെ പേരിൽ അതല്ലെങ്കിൽ വ്യാജ ഓഡീഷന്റെ പേരിൽ ഒരു പ്രമുഖ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് പ്രമുഖ നടന്റെ കൂടെ അഭിനയിക്കാം എന്ന രീതിയിൽ പറയുന്ന ഈ ഓഡീഷനുകളുടെ പേരിൽ കൊണ്ടുവന്ന് മണിക്കൂറുകളോളം നിർത്തും. അതിനുശേഷം ഇതിൽ സെലക്ട് ആകണമെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു നടി പറയുന്നുണ്ട്, ഒരു സിനിമയുടെ പേരിൽ ഓഡീഷന് അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പം വന്നു, പക്ഷെ പിന്നീട് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഇയാൾ വന്ന് കടന്നു പിടിച്ചു. എന്നിട്ട് ഇയാൾ പറഞ്ഞത് സഹകരിച്ചാൽ മഞ്ജു വാര്യരുടെ മകളായി അഭിനയിക്കാം എന്നാണ് പറഞ്ഞത്. നിലവിളിച്ചുകൊണ്ട് താൻ പുറത്തേക്ക് ഓടി എന്നൊരു നടി കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയുണ്ടായി. ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അവർ പറയുന്നത് ചിലപ്പോൾ ഈ സിനിമയുടെ ആളുകൾ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഓഡീഷൻ നടത്തിയിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഈ സിനിമയുടെ പേരിൽ വ്യാജമായി നടത്തുന്ന ഓഡീഷൻ ആയിരിക്കാം. ഇതിലെല്ലാം ചെന്ന് പെട്ടുപോകുന്ന കുട്ടികളുണ്ട്. അതുകൂടാതെ സിനിമയിൽ അവസരം ലഭിച്ച് സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചൂഷണങ്ങൾ മറ്റൊരു തലത്തിൽ തുടരുകയാണ്. ഈ ബാത്റൂമില്ലാത്ത അസൗകര്യങ്ങൾ, ഒപ്പം തന്നെ ഈ ആർത്തവ സമയത്ത് നാപ്കിൻ മാറാനുള്ള ബുദ്ധിമുട്ട്, മാറിയ നാപ്കിൻ വേണ്ട രീതിയിൽ ഒന്ന് നശിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതല്ലാതെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ. പല നടീനടന്മാർക്കും 7 നേരം അല്ലെങ്കിൽ 7 തവണയൊക്കെ ജ്യൂസായും ഭക്ഷണമായും ഒക്കെ എത്തുമ്പോൾ മണിക്കൂറുകളോളം 3 നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാൻ പോലും മറ്റു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ള ഒരു വ്യവസായ മേഖലയാണ് നമ്മുടെ മലയാള സിനിമ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണം തോന്നും. കാരണം ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ടാണ് ഒരു സിനിമയിൽ ഒരു നടനോ അല്ലെങ്കിൽ ഒരു നടിയോ നമ്മളെ ചിരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വളരെ മോശമായി മണിക്കൂറുകൾക്ക് മുമ്പ് തന്നോട് പെരുമാറിയ ഒരു സംവിധായകന്റെ മുൻപിൽ വേണം നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് അഭിനയിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഒരു നടന്റെ കൂടെ വേണം ഭാര്യയെ അഭിനയിക്കാൻ, അതല്ലെങ്കിൽ മകളായി അഭിനയിക്കാൻ. ഇത്തരം രീതിയിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ നിന്ന് നമ്മളെ ചിരിപ്പിക്കുന്നവരോ നമ്മളെ ആസ്വദിപ്പിക്കുന്നവരോ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നവരാണ് ഈ നടന്മാർ എന്നുള്ളത് മറക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഇവർ അനുഭവിക്കുന്ന നീതി നിഷേധങ്ങളും വലുതാണ്. ക്യാരവന്റെ ഉപയോഗം, ക്യാരവൻ വലിയ ഇപ്പോൾ നായകനോ നായികയ്ക്കോ മാത്രമാണ്. അതല്ലാതെ ഒരു ആൾക്ക് ക്യാരവൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് കൂടുതൽ പേർ അവിടെ ബാത്റൂമിൽ പോകും, പിന്നെ ആ ടാങ്ക് നിറയും, അതുകൊണ്ട് പിന്നെ അത് ഉപയോഗശൂന്യമാകും, അതുകൊണ്ട് ക്യാരവൻ തരാൻ കഴിയില്ല. അതല്ലെങ്കിൽ ടെമ്പററി ആയ ഒരു ബാത്റൂം സൗകര്യം എല്ലാ സെറ്റുകളിലേക്കും കൊണ്ടുപോയി അവിടെ എത്തിക്കാനുള്ള സൗകര്യം അതില്ല. ഇപ്പോൾ വനമേഖലയിലോ അതല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലോ ആണ് ഷൂട്ടിംഗ് എങ്കിൽ പൊതു ഇടത്ത് മലമൂത്ര വിസർജനം നടത്തേണ്ടി വരുന്ന നായകന്മാർ അല്ലെങ്കിൽ നടന്മാരുള്ള ഒരു മലയാള സിനിമയാണ് ഇപ്പോഴും മലയാള സിനിമ. ലക്ഷങ്ങളോ കോടികളോ പ്രതിഫലം പറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും സെറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ സെറ്റിൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം കടന്ന് സെറ്റിൽ നിന്ന് തിരിച്ച് ഡബ്ബിംഗ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഡബ്ബിങ്ങിന് പോലും
1 മണിക്കൂർ 1 ദിവസത്തേക്കാണ് ഇവർക്ക് വേതനം. ആ 1 ദിവസം കൊണ്ട് പരമാവധി സീനുകൾ അല്ലെങ്കിൽ പരമാവധി ഡബ്ബിംഗ് നടത്തി വിടാം എന്നുള്ളതാണ് എല്ലാ നിർമ്മാതാക്കളും അല്ലെങ്കിൽ എല്ലാ സംവിധായകരും തീരുമാനിക്കും. ഇവരെങ്ങനെ പരമാവധി ഉപയോഗിക്കാം. 2 ദിവസമായാൽ 2 ദിവസം വേതനം കൊടുക്കണം. അതുകൊണ്ട് ചിലപ്പോൾ ഈ 24 മണിക്കൂറിൽ ചിലപ്പോൾ 22 മണിക്കൂറും തുടർച്ചയായി നിന്ന് ഡബ്ബ് ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. അങ്ങനെ ഈ സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെ ഓരോ ഘട്ടത്തിലും ചൂഷണം അനുഭവിക്കുന്നവരാണ്. ശരിയാണ്. സൈഫുന്നീസ അലിയാർ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ തൊഴിലവകാശങ്ങളിലെ ലംഘനം ഇപ്പോഴും നിർബാധം തുടരുന്നൊരു മേഖലയാണ്. നക്ഷത്ര താരങ്ങൾ ഒരുപാടുള്ള നമ്മുടെ സിനിമാ മേഖല എന്നത് ഇപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്.